ഹലോ, ചാര വിത്ത് അനല. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റീഡാണ് ഇന്ന്. നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ റിലേഷനെക്കുറിച്ച് അവരുടെ അടുത്ത പ്ലാൻ എന്താണ്, മുന്നോട്ട് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അവരുടെ കോർ എനർജി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് 9 ഓഫ് വോൺസ് ആണ്. അതായത് അവർ ടയേർഡാണ്. നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ അവർക്കൊരു ആകെ ഒരു മാനസികമായിട്ട് തളർച്ച വന്നിട്ടുണ്ട്. ഈ റിലേഷൻ വിട്ടുകളയാൻ അവരിപ്പോഴും തയ്യാറല്ല. എനിക്ക് ഈ മൊത്തം സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷനാണ് എന്നാണ്. അതായത് ചില ദിവസങ്ങളിൽ വളരെ സ്നേഹത്തിലിരിക്കുന്നു, ചില ദിവസങ്ങളിൽ വളരെ തകൃതിയായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, അതിനുശേഷം പാച്ചപ്പ് ആവുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളുടെ ഒരു വലിയ നൂലാമാലകൾക്കിടയിൽ ആണ് നിങ്ങൾ ഈ റിലേഷൻ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നമുക്ക് 5 മേജർ അർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് ഉണ്ട്, ഡെവിൾ കാർഡ്, സ്റ്റാർ കാർഡ്, പിന്നെ എംപ്രസ് ആൻഡ് ദ ടവർ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു കാർമിക് റിലേഷനാണ്. അതായത് നിങ്ങൾക്ക് പുനർജന്മം എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് വാട്ട് എവർ, കാർമിക് റിലേഷൻ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ കർമ്മ തീർക്കാൻ വേണ്ടി വന്നിട്ടുള്ള റിലേഷനാണ്. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് വിട്ടു പോകാൻ സാധിക്കാത്തത്. നിങ്ങളുടെ കർമ്മ തീരുമ്പോൾ മാത്രമേ ഒരു ടോക്സിക് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ബന്ധം എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നത് നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ടുള്ള കർമ്മ, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കർമ്മ തീരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക. അങ്ങനെ ഒരു ബന്ധമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 മേജർ അർക്കാന കാർഡ്സ് ഉണ്ട്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു ലെസൺ പഠിക്കാനായിട്ട് കൊണ്ടു തന്നിട്ടുള്ള റിലേഷനാണ്. ആ ലെസൺ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിലേഷൻ ഒന്നുകിൽ ആ റിലേഷൻ സ്മൂത്തായിട്ട് മാറും, അതല്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നമ്മളുടെ പാർട്ട്ണറുടെ അവസ്ഥ എന്താണ് എന്നുള്ള നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ പറഞ്ഞു അവർ 9 ഓഫ് വോൺസിൻ്റെ എനർജിയിലാണുള്ളത്. അവർ മെൻ്റലി ഡ്രെയിൻഡ് ആണ്. ഈ വലിയ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം അവർ ഒരു ഇതിന് കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്നുള്ളൊരു ആലോചന അവരുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും പക്ഷേ അവർ പ്രതീക്ഷ മുഴുവനായിട്ട് വിട്ടിട്ടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരൊരു 4 ഓഫ് കപ്സ് എൻ്റെ ഒരു മെൻ്റൽ ഫോക്കസിലാണ് ഉള്ളത്. അതായത് അവർ ഒരു വിഡ്രോവൽ മോഡിലാണ്. കുറച്ചൊന്ന് പിൻവാങ്ങി നിന്നിട്ട് ഒന്ന് പോസ് ചെയ്ത് അവർ ആലോചിക്കുകയാണ് ഇനി എന്താണ് ഫ്യൂച്ചർ വേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു നമ്പ് ഫീലാണ്. അതായത് അവർക്ക് ആ വേദനകൾ സഹിച്ച് അവർ ഒന്ന് എന്താ പറയുക, ഒന്ന് പരുവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ശീലമായി അങ്ങനെ പറയാം. നിങ്ങളുടെ ആബ്സെൻസ്, നിങ്ങളുടെ ഈ പിന്മാറ്റം അവരെ വളരെ ഡീപ്പായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ദിവസത്തിൽ കൂടുതൽ സമയവും അവർ ചെലവഴിക്കുന്നത് നിങ്ങളും ഒത്തുള്ള ആ പഴയ ഓർമ്മകളിലാണ്. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അത് നൊസ്റ്റാൾജിയയുടെ ഒരു കാർഡാണ്. പഴയ ഓർമ്മകളിലേക്ക് അവരെപ്പോഴും പോകുന്നുണ്ട്. അതേസമയം തന്നെ ഈ പ്രശ്നങ്ങൾ അവരെ വേദനിപ്പിക്കുന്നുമുണ്ട്. സന്തോഷവും സങ്കടവും ഓർമ്മകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. ചില ദിവസങ്ങളിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം പാഷൻ തോന്നുന്നുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ ഒന്ന് പോസ് ചെയ്യണോ, ഇനി ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ, അങ്ങനെയുള്ള ഒരു റീതിങ്കിങ് അതും വരുന്നുണ്ട് അവർക്ക്. ചില ദിവസങ്ങളിൽ വളരെയധികം നിങ്ങളോട് പാഷനും തോന്നുന്നുണ്ട്. അങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയ ഒരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത, ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഇതിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ചില ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ ആളോട് ഇനി മുതൽ ഇങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ ഈ സ്റ്റാൻഡാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ചില ദിവസങ്ങൾ അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം അത് പാളിപ്പോകുന്നു. വീണ്ടും അടുത്ത ദിവസം പ്ലാൻ ചെയ്യുന്നു. വീണ്ടും അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സ്നേഹമുണ്ട് നിങ്ങളോട് ഇപ്പോഴും, അതേസമയം വീണ്ടുമുള്ള വേദനകൾ അവരെ ടയർഡാക്കിയിട്ടുമുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡബിൾ കാർഡിൻ്റെ എനർജിയിലാണ് ഉള്ളത്. അവരുടെ അറ്റാച്ച്മെൻറ്റ്, നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു അൺഹെൽത്തി ലെവലിലേക്കാണ് നിൽക്കുന്നത്. ആരോഗ്യകരമായ ഒരു ബന്ധമാണോ ഇത് എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു റിലേഷൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തോ, ഇത് തീരാനുള്ള സമയമായോ, അങ്ങനെയുള്ള ചിന്തകൾ അവർക്കുണ്ട്. അതേസമയം തന്നെ സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്. വളരെ പരസ്പര വിരുദ്ധമായ കാർഡുകളാണ്. കാരണം അവരുടെ മനസ്സ് അത്രയും കൺഫ്യൂസ്ഡ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജികളാണ് അവരുടെ മനസ്സിൽ നിറയെ ഉള്ളത്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു
ഒരു റെനോവേഷൻ, പുതിയൊരു തുടക്കം, വീണ്ടും ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ, വെട്ടിക്കളഞ്ഞ ഒരു മരത്തിൽ പുതിയ മുളകൾ വരുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയാണ് ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത്. അവരുടെ പ്രതീക്ഷകൾ ഇനി അവസാനിച്ചിട്ടില്ല. നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അവർ ആ പഴയ രീതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന ചിന്തകളും അവർക്കുണ്ട്. ഏതായാലും നിങ്ങളുടെ ആബ്സൻസ് അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എംപ്രസ് എനർജിയിലേക്കാണ് അവരുടെ ഒരു പോക്ക്. അതായത് അവർ സ്വന്തം ക്രിയേറ്റിവിറ്റി, അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ, അതൊക്കെ പതുക്കെ പതുക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അവർ എപ്പോഴൊക്കെയോ മറന്നു വെച്ച ഹോബികൾ, പഴയ ഇൻട്രസ്റ്റുകൾ ഒക്കെ പതുക്കെ പൊടിതട്ടി എടുക്കുന്നുണ്ടായിരിക്കാം. അവരവരുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കുകയാണ്, അവനവൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങളും ആ സ്റ്റേറ്റിൽ കൂടെ തന്നെ ആവാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേദനകൾ ഉണ്ടാക്കുന്ന എല്ലാ റിലേഷനുകളും അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് ആ ബന്ധങ്ങൾ കൊണ്ട് തരുന്നത്. അതെപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയത്ത് നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഈ എനർജി തന്നെ ഇവർ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടവർ എനർജിയിലേക്കാണ് അവർ ഉടനെ തന്നെ വരാൻ പോകുന്നത്. അവരുടെ എല്ലാ ഇല്യൂഷനുകളും മാറിപ്പോയി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വരും. എനിക്ക് ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ അവർക്കൊരു ലെസൺ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നതെങ്കിൽ, അതായത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെടേണ്ട സമയമായി. ആ നോ കോണ്ടാക്റ്റ് മാറ്റി അവരോട് വീണ്ടും സംസാരിക്കുകയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന സമയമാണ് ഇപ്പോൾ. അതായത് നിങ്ങൾക്ക് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ല, നിങ്ങളത് അവസാനിപ്പിച്ചു എന്നാണ് കരുതുന്നതെങ്കിൽ നോ കോണ്ടാക്റ്റ് തുടർന്നുകൊണ്ട് പോകാം. വലിയ താമസമില്ലാതെ നിങ്ങളുടെ പാർട്ട്ണർ ടവർ എനർജിയിലേക്ക് എത്തും. അതായത് അവരും ഈ റിലേഷനിൽ നിന്നും 100% പിന്മാറ്റം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. പിന്നീട് ആ റിലേഷൻ മുന്നോട്ട് പോവില്ല. അതൊരു വേൾഡ് കാർഡ് എനർജിയിലേക്ക് വരും, ഒരു കംപ്ലീഷൻ. അത് കർമ്മ തീർന്ന് അത് ഒരു കംപ്ലീഷനിലേക്ക് വരും എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. നിങ്ങളുടേത് മാത്രമായിട്ടുള്ള തീരുമാനമാണ്. സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ജനറൽ റീഡിംഗ് ആകുമ്പോൾ ഒരുപാട് പേരുടെ എനർജി വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ സാഹചര്യം അനുസരിച്ചിട്ട് റീഡിങ്ങിൽ വ്യത്യാസം വരും. പേഴ്സണൽ റീഡിങ്ങിൽ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിംഗ് മാത്രമല്ല, നമ്മൾ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ് എന്നീ സർവീസുകളും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് സംസാരിക്കാം. മറ്റൊരു കാര്യം കൂടി, ഏത് ടോപ്പിക്കിൽ അടുത്ത വീഡിയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം കേട്ടോ. പിന്നെ ഈ വീഡിയോ റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി കമൻസിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു ആൾ. ബൈ. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.